കേരളമടക്കം 3 സംസ്ഥാനങ്ങളിലെ SIR കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കുകയാണ്. കേരളം, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ കരട് പട്ടികയാണ് ഇന്ന് പ്രസിദ്ധപ്പെടുത്തുക. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ഈ പട്ടിക ലഭ്യമാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകാത്തവർക്ക് ഈ 2026 ജനുവരി 22 വരെ അപേക്ഷിക്കാം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അന്തിമ പട്ടിക വരിക ഫെബ്രുവരി 21-നായിരിക്കും ഈ SIRന്റെ പട്ടിക വരിക. ഈ വാർത്തയുടെ വിവരങ്ങളുമായി, കൂടുതൽ വിശദാംശങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, ഈ വലിയ വിവാദമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ SIR വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഇതാ ആ കരട് പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കൂടുതൽ ആളുകൾ നോക്കുക, അല്ലെങ്കിൽ ഈ പട്ടിക പുറത്തു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ലിജിൻ, നേരത്തെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആവശ്യപ്പെട്ടിരുന്നത് ഈ SIRന്റെ കരട് വോട്ടർ പട്ടിക എത്രയും പെട്ടെന്ന് പ്രസിദ്ധീകരിക്കണം എന്നുള്ളതാണ്. കാരണം ഏകദേശം 24 ലക്ഷത്തിലധികം പേരാണ് ഈ പട്ടികയ്ക്ക് പുറത്തുള്ളത്. ഇവരുടെയൊക്കെ വിവരങ്ങൾ പുറത്തുവിടണമെന്ന ആവശ്യം രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ തന്നെ ഉന്നയിക്കുന്നതാണ്. പക്ഷേ നിലവിൽ ഏതായാലും ഈ എന്യൂമറേഷൻ ഫോം ഉൾപ്പെടെ പൂരിപ്പിച്ച് നൽകാനുള്ള സമയപരിധിയൊക്കെ നീട്ടണമെന്ന ആവശ്യമൊക്കെ നിലനിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ഈ SIRന്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നുള്ളതാണ്. കേരളത്തിനോടൊപ്പം തന്നെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ കരട് വോട്ടർ പട്ടിക കൂടി പ്രസിദ്ധീകരിക്കുമെന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഈ പട്ടിക ലഭ്യമാകും. അപ്പോൾ അതിലേക്ക് നോക്കി ആ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ളതൊക്കെ അതിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ നിലവിൽ ഏതായാലും സാധിക്കും. ഈ എന്യൂമറേഷൻ പൂരിപ്പിച്ച് നൽകാത്തവർക്ക് ജനുവരി 22 വരെ സമയപരിധിയുണ്ട്. അതിനുള്ളിൽ പൂരിപ്പിച്ച് നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ അന്തിമ പട്ടിക ഫെബ്രുവരി 21-നായിരിക്കും പ്രസിദ്ധീകരിക്കുക. ഈ എന്യൂമറേഷൻ ഫോം സമർപ്പണത്തിനുള്ള തീയതി 2 ആഴ്ചയെങ്കിലും നീട്ടണമെന്ന് കേരളം നിലവിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതായാലും കേരളം നിലവിൽ കത്ത് നൽകിയിട്ടുണ്ട്. 24 ലക്ഷത്തോളം പേരാണ് ഈ പട്ടികയിൽ ഉൾപ്പെടാതെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഫോം തിരിച്ചു നൽകാതെ പല കാരണങ്ങളാലാണ് ഈ ഫോം തിരിച്ചു നൽകാൻ സാധിക്കാതെ ഇരിക്കുന്നത്. ഏതായാലും ഈ രാഷ്ട്രീയ പാർട്ടികൾക്കായാലും അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്കായാലും ഈ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടുകൂടി അതിൽ നോക്കി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ, എന്ത് കാരണം കൊണ്ടാണ് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊക്കെ തന്നെ ഈ പട്ടികയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അതാണ് എന്തായാലും ഇന്ന് SIR കരട് വോട്ടർ പട്ടിക പ്രസിദ്ധപ്പെടുത്തുകയാണ്.